വാർത്തകൾ തുടരുകയാണ്. 18 വർഷമായി സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വൈകുന്നതിൽ നിരാശയോടെ കുടുംബം. റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. സൗദി ബാലൻ മരിച്ച കേസിലാണ് കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല. സിറ്റിംഗ് പൂർത്തിയാക്കിയ കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വിധി പറയുമെന്ന് അറിയിച്ചു. മോനെ കണ്ടു സന്തോഷിച്ച് ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ നല്ല സന്തോഷം ഉണ്ടാകാം. ഉണ്ടാക്കാതെ നന്നാകട്ടെ. കാഴ്ചനെ കാണാനുള്ള വിചാരിച്ച നമ്മൾ പ്രതീക്ഷ നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. നമ്മളവിടെ റഹീമിനെ കണ്ടു, എംബസിയിലൊക്കെ പോയി സംസാരിച്ചു. എംബസി ഉദ്യോഗസ്ഥരൊക്കെ നല്ലൊരു നമ്മൾ സ്വീകരണം ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 2 ആഴ്ച മാറ്റി വെച്ചു എന്നത്. ദിയാദനത്തിന്റെ ചെക്കും രേഖകളും കോടതിയിലെത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടികളെല്ലാം പൂർത്തിയായതായിരുന്നു. ദിയാദനം സ്വീകരിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് റിയാദ് ക്രിമിനൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 2-നാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി കോടതി ഉത്തരവിട്ടത്. എന്നാൽ കോടതിയുടെ സ്വാഭാവികമായ നടപടികൾ പൂർത്തിയാക്കാനുള്ളതിനാൽ അബ്ദുൾ റഹീമിന്റെ മോചനം നീണ്ടുപോകുകയായിരുന്നു. സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണത്തിൽ മൊത്തം 47.87 കോടി രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഇതിൽ റഹീമിന്റെ മോചനത്തിനായി 34 കോടിയിലേറെ മോചനദ്രവ്യവും വക്കീൽ ഫീസായി 1.5 കോടിയും ഉൾപ്പെടെ 36.27 കോടി രൂപ വിനിയോഗിച്ചു. ഇതിനിടെ അബ്ദുൾ റഹീമിന്റെ മാതാവും സഹോദരനും അമ്മാവനും റിയാദിലെ ജയിലിലെത്തി റഹീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.